പേഷ്യന്റ് നമ്മ ശ്രുതിക്ക് എന്തോ പറയാനുണ്ട്. ഹോമിയോ ഡോക്ടർ ശ്രുതിക്ക് എന്തോ പറയാനുള്ള ഒരു അവസരം കൊടുക്കണം. അത് സമ്മതിക്കല. ശ്രുതിക്ക് പറയാനുള്ളത് പറയണം. നവ്യക്ക് സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? പിന്നെ ഇഷ്ടാണ്. അത്ര അറിയാമോ? ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴേ ടീച്ചർ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞപ്പോ എന്റെ മോൻ മാത്രം എണീറ്റൊക്കെ അതൊന്നും പറയണ്ട. ഈ ഓൺലൈൻ തുടങ്ങിയ സമയത്തെ ഞാൻ ഉറങ്ങി കിടക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് വന്നിങ്ങനെ എണീറ്റ് വന്നിങ്ങനെ ഇരുന്നതും ക്ലാസ് അങ്ങ് തുടങ്ങി. എക്കരടാ മറന്നു. വിചാരിക്കും പോലെ ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന അല്ലയുടെ കല്യാണം മുടക്കുന്ന മാടമ്പള്ളിയിലെ യഥാർത്ഥ മാനസിക രോഗി ചന്ദ്രയല്ല. അല്ല, നീയാണ്. അല്ല, പിന്നെ നീ ഈ കോപ്രായ കൂടെ കിടന്ന് കാണിക്കുന്നത്. നീയാണ് മാനസിക. ചന്ദ്രയുടെ അസുഖം മാറ്റാൻ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ചിലപ്പോ അലഞ്ഞിരിക്കും. നീ അലഞ്ഞാ മതി. നീ ഭ്രാന്തൻ തന്നെ. നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇത് ബിരിയാണി കിട്ടിയിട്ടുണ്ടോ? ബിരിയാണി? എന്ത് ബിരിയാണി? മുട്ട ബിരിയാണി. എഗ് ബിരിയാണി ഉണ്ടോ നോബി? അതങ്ങനെ കിട്ടാൻ വഴിയില്ലല്ലോ. 125 മുട്ട വെക്കും. ഈ 125 മുട്ട ഞാനും പൈലറ്റും കൂടെ തിന്നും. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മുട്ട കിട്ടും? മുട്ട ഇല്ലാതില്ല അന്ന് കിട്ടിയത്. അല്ല, ഞങ്ങൾ കഴിക്കുന്ന അതേ ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത്. ഇല്ലല്ല, ഫ്ലൈറ്റ് പൊങ്ങി ഒരു 1500 അടി പൊക്കത്തിൽ എത്തുന്ന സമയത്തെ മേഘത്തിന്റെ മറവിൽ എന്റെ അമ്മ വാഴയിലേക്ക് പൊതിഞ്ഞ ചോറ് കൊണ്ട് തന്നെ പോടാ അവിടെ. നമുക്ക് കോഴിക്കോടൻ അലുവ വെച്ച് കൊടുത്താലോ? അത് കല്യാണത്തിന്റെ തലേ ദിവസമല്ലടാ അലുവ കൊടുക്കുക. ഇത് അല്ല, കോഴിക്കോട് അലുവ ഉണ്ടെങ്കിൽ കൊള്ളാം. പക്ഷെ ഒരു പീസ് കൊടുക്കാം. ആരുണ്ടാക്കും? ഞാൻ ഉണ്ടാക്കാം. നീ ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു. സാധനമൊക്കെ നമ്മൾ മേടിച്ചു തരാം. എന്താ വേണ്ടത്? മെയിൻ ആയിട്ട് എന്താ വേണ്ടത്? ആദ്യം വേണ്ടത് കോഴിക്കോട് അലുവ ഉണ്ടാക്കാൻ 2 കിലോ കോഴിക്കോട് അലുവ. അതല്ലേ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. സാധനം നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിടന്ന് ഉണ്ടാക്കണ്ടല്ലോ. 12 മണിക്ക് ബിഗ് ഫോഴ്സിന് തിരക്കി തയ്യാറായിരിക്കുക. ബിഗ് ഫോഴ്സ് വരുമ്പോഴേ ഒരു പക്കാവട വാങ്ങിച്ചിട്ട് വരണം. വൈകുന്നേരം കട്ടൻ ചായയോടെ കുടിക്കാൻ. അണ്ണാ 2 ഉറക്കങ്ങളി കൂടെ വാങ്ങിച്ചോണ്ട് തിണ്ടുകളോടെ. അതാണ് നല്ലതാ. നീ കഴിച്ചിട്ട് കേടാ. നീ ഒരു ഉപയോഗമല്ലേ അവിടെ. ഞാനൊരു കാര്യം പറയാം. അവര് സിനിമാ താരങ്ങൾ ഒരുപാട് ഭക്ഷണം പല സ്ഥലത്തുനിന്നും കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ കറിക്കൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവണം. ചേഞ്ചിന് എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ നമുക്കൊരു 10 രൂപയുടെ ചേഞ്ച് മാറിയിട്ടാലോ? നീയാണോ ഇതിന് ഉത്തരവാദികൾ? നീ പറയണം. അല്ല 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 കേട്ടാ. നീയാണോ ഇതിന് ഉത്തരവാദി? 16 വർഷം സീരിയൽ അഭിനയിക്കുന്നു, 30 വർഷം ജിമ്മിൽ പോകും. അപ്പൊ പറഞ്ഞേട്ടാ എടാ കൈയെടുത്ത് വല്ലതും പറയടാ. മുഖത്തും കയ്യിലും വരട്ടടാ. ചോയിര നീയാണോ എന്റെ ഉത്തരവാദി എന്ന്?